താലി. രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ. ആകെ തകർന്ന ദിവസങ്ങൾ. പിന്നെയും 1-2 ആഴ്ചയ്ക്കപ്പുറം കാർത്തിയുടെ വിളി എന്നെ തേടിയെത്തി. തകർന്നു നിൽക്കുന്നവനെ പൂർണ്ണമായും ഛിന്നഭിന്നമാക്കുന്നൊരു വാർത്തയുമായി. ഇസഹാക്ക് പോയിന്ന്. പകച്ചുപോയി ഞാൻ. അത്രയ്ക്കും എന്നെ ഉലച്ചൊരു വാർത്തയായിരുന്നു അത്. അപ്പോഴും ഞാൻ കൂടുതൽ ഭയന്നത് ശ്രീകുട്ടിയെ ഓർത്തായിരുന്നു. അവിടെ നിന്നും വന്നതിന് ശേഷം ഇടയ്ക്കിടെ എത്തുന്ന സതിയമ്മയുടെ വിളിയൊഴിച്ചാൽ ഞാനും പുറം ലോകവുമായി അധികം ബന്ധമൊന്നുമില്ല. അപ്പോഴാണ് സ്നേഹ എന്നെ വീണ്ടും വിളിച്ചു തുടങ്ങിയത്. ഒരുപാട് തവണ ഒഴിവാക്കാൻ നോക്കിയെങ്കിലും അവൾ പിന്നെയും പിന്നെയും എന്നെ വിളിക്കുമായിരുന്നു. എന്തോ ആ നേരമൊക്കെ അതവളുടെ ആത്മാർത്ഥത പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ പിന്നെയും അവൾ എന്റെ ഏകാന്തതയ്ക്ക് കൂട്ടായി. പക്ഷേ അപ്പോഴൊന്നും അവൾ നിന്നെക്കുറിച്ച് മോശമായ ഒരു വാക്കുപോലും എന്നോട് പറഞ്ഞിരുന്നില്ലടാ. കഴിവതും അവൾ നിന്നെ ഞങ്ങൾക്കിടയിൽ കൊണ്ടുവന്നിരുന്നില്ല എന്നതായിരുന്നു സത്യം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവൾ നിന്നോട് പിണങ്ങി ബോംബെയിൽ നിൽക്കുകയാണെന്നുള്ള അറിവ് എനിക്ക് ഒട്ടുവേ ഇല്ലായിരുന്നു. നേര് പറഞ്ഞാൽ അവൾ എനിക്ക് ചുറ്റും നിന്റെയും അവളുടെയും ഒരു മിഥ്യാലോകം തന്നെയാണ് സൃഷ്ടിച്ചിരുന്നത്. ഇസഹാക്കിന്റെ പോവലിൽ അവൾ എന്നെ വിളിച്ചു. നാട്ടിലേക്ക് പോയി ശ്രീകുട്ടിയെ തിരക്കണമെന്നുള്ള എന്റെ തോന്നൽ വേണ്ടെന്ന് വെപ്പിക്കാനായിരുന്നു പ്രധാനമായും ആ ഫോൺ. എന്തോ അതെനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ തോന്നിയില്ല. ഞാൻ പിന്നീട് വന്ന കോളുകളൊന്നും എടുത്തില്ല. നേരെ നാട്ടിലേക്ക് വിട്ടു. ഇവിടെ വന്ന് ശ്രീകുട്ടിയെ കാണാൻ ശ്രമിച്ചപ്പോഴാണ് അറിയുന്നത് അവളെ ഇടുക്കിയിലുള്ള അങ്കിളിന്റെ വീട്ടിലേക്ക് മാറ്റിയെന്ന്. കാരണം തിരക്കിയപ്പോൾ കാർത്തിയിൽ നിന്നും ഞാൻ അറിഞ്ഞ വിവരങ്ങളൊക്കെ എന്നെ പൂർണ്ണമായും തകർക്കുന്നതായിരുന്നു. ആ ഇഷ്യൂ കുറച്ചു ദിവസമെങ്കിലും പ്രശ്നമുണ്ടാക്കുമെന്ന് തോന്നിയിരുന്നെങ്കിലും അത് ഇത്രയും ഭീകരമാകുമെന്നൊന്നും എനിക്കൊരു ഊഹവും ഉണ്ടായിരുന്നില്ലടാ. ഓരോ ദിവസവും പല പല ആണുങ്ങൾക്കൊപ്പം അവളുടെ പോസ്റ്ററുകൾ കോളേജിൽ ഗ്രൂപ്പിലും പ്രൈവറ്റ് ഗ്രൂപ്പിലും അങ്ങനെ പലയിടത്തും. അത് പിന്നെ പല കാര്യങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഇത്രയും ദിവസങ്ങൾക്കിടയിൽ അവൾ അവളെ തന്നെ തീർക്കാൻ നോക്കി എന്നുള്ള അറിവ് ഞാൻ തകർന്നു പോയടാ. പിന്നെ സൈക്കാട്രിസ്റ്റ് ചികിത്സ, അവൾക്ക് ഭ്രാന്താണെന്നുള്ള തോന്നൽ, ആകെ ഞാനല്ലാതായി മാറി. കാർത്തിയുടെ വീട്ടിൽ നിന്നും ഞാൻ നേരെ വന്നത് നിന്റെ വീട്ടിലേക്കായിരുന്നു. പക്ഷെ വീട് അന്നും പൂട്ടിക്കിടക്കുകയായിരുന്നു. ഞാൻ സതിയാന്റിയെ വിളിച്ചപ്പോഴാണ് നിങ്ങളൊക്കെയും ഇടുക്കിയിലാണെന്നും. പക്ഷെ അപ്പോഴും ആന്റി കൂടുതലൊന്നും എന്നോട് പറഞ്ഞില്ല. നിന്നെ വിളിച്ചപ്പോഴോ നീയും അതുപോലെ തന്നെ. അല്ലെങ്കിലും സ്വന്തം പെങ്ങളുടെ സ്വകാര്യത എത്രയൊക്കെ അടുത്ത കൂട്ടുകാരനാണെങ്കിലും ആരും പറയില്ലല്ലോ. പിന്നെ എന്തോ നാട്ടിൽ നിൽക്കാൻ തോന്നിയില്ല, തിരിച്ചു പോന്നു. പക്ഷെ അവിടെയും മനസ്സമ്മാനം കിട്ടിയില്ല. ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നിയപ്പോൾ വീണ്ടും നാട്ടിലേക്ക് വന്നു. സതിയമ്മയുടെ കാല് പിടിച്ച് ഇടുക്കിക്ക് പോന്നു. ആ സമയത്താണ് പിന്നെയും നീ എന്നോട് മിണ്ടി തുടങ്ങിയത്. അന്നു മുതൽ ഞാൻ ശ്രീകുട്ടിക്കൊപ്പം തന്നെ ഉണ്ടല്ലോ. പിന്നീട് അവൾ നോർമൽ ലൈഫിലേക്ക് വരാൻ തുടങ്ങിയപ്പോ ഡോക്ടറല്ലേ നിങ്ങളോട് പറഞ്ഞേ അവളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ലൈഫിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ എപ്പോഴും ഒപ്പമുണ്ടായാൽ അവളുടെ ഇപ്പോഴുള്ള അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകുമെന്ന്. അന്ന് നീ അയാളോട് തട്ടിക്കേറിയത് ഓർമ്മയുണ്ടോ? കല്യാണമാണോ എല്ലാത്തിനും പരിഹാരം എന്നൊക്കെ ചോദിച്ചോണ്ട്. ശ്രീ ഓർമ്മയുള്ളതുപോലെ തലയാട്ടി. പക്ഷെ ആ ഡോക്ടർ നിന്നെ തള്ളി അങ്കിളിനെ കൺവിൻസ് ചെയ്തെടുത്തു. ശ്രീകുട്ടിയെ എന്തൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി. അവിടെ നിന്നല്ലേ പിന്നങ്ങോട്ട് കല്യാണം വരെയുള്ള കാര്യങ്ങളെല്ലാം എത്തിയത്. കല്യാണം കഴിഞ്ഞതിന് ശേഷവും ശ്രീകുട്ടിക്ക് എന്നോട് വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ പതിയെ പതിയെ അവളെന്നെ അംഗീകരിക്കാൻ തുടങ്ങി, സ്നേഹിക്കാൻ തുടങ്ങി. നാളുകൾ കടന്നു പോകുന്നതിനൊപ്പം ഞങ്ങളുടെ സ്നേഹം പ്രണയമായി മാറി. പരസ്പരം ഒരു നിമിഷം പോലും അകന്നിരിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയാന്നത്രയും വലിയ പ്രണയം. അതിന്റെ പൂർണ്ണത എന്ന പോലെ ഞങ്ങൾക്കിടയിലേക്ക് പുതിയൊരു അതിഥി വന്നു എന്നുള്ള വാർത്തയും പിന്നാലെ എത്തി. ആ ദിവസം എന്തുമാത്രം ഞങ്ങൾ സന്തോഷിച്ചെന്നോ ശ്രീ. പക്ഷേ നിവി ശ്രീയുടെ മുഖത്ത് നോക്കി ഒരു നിമിഷം നിർത്തി. ബാക്കി അവനെന്താ പറയാൻ പോകുന്നതെന്നറിയാനുള്ള ആകാംക്ഷയായി ശ്രീ ഒന്ന് നീട്ടി മൂളി. നിവി, ആ പക്ഷിയാണ് എനിക്ക് കേൾക്കേണ്ടത്. ശ്രീയുടെ മുഖം കടുത്തു. ആ പക്ഷിയാണ് ശ്രീ എന്റെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്കൊക്കെ കാരണം. പിന്നെ ഒരു പരിധിവരെ നീയും. ഞാനെന്ത് ചെയ്തു? അറിഞ്ഞോ അറിയാതെയോ എന്റെ ജീവിതം തകരാൻ നീ ഒരു കാരണമായിരുന്നടാ. നിസ്സഹായതയുടെ പൂർണ്ണത കാട്ടും പോലെ നിവി ഒന്ന് ചിരിച്ചു. നിന്റെ ഒപ്പം അന്നൊക്കെ മുഴുവൻ സമയങ്ങളിലും ഞാനില്ലായിരുന്നോടാ. ഒരിക്കലെങ്കിലും നീ നിന്റെയും സ്നേഹയുടെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു സൂചനയെങ്കിലും തന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു അറിവ് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളുടെ ചതിക്കുഴിയിൽ വീഴുമായിരുന്നോടാ. ചതിക്കുഴിയോ? സ്നേഹയുടെയോ? ശ്രീയൊന്ന് ഞെട്ടി. അതുപോലെ നിനക്കറിയാമല്ലോ നിവി, ഞാനെന്താ അവളെപ്പറ്റി നിന്നോട് പറയാഞ്ഞെന്ന്. കുഞ്ഞിനെ എന്റെ കയ്യിൽ കിട്ടും വരെ എന്റെയും അവളുടെയും ലൈഫ് വേറെ ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ അവൾ എനിക്ക് കുഞ്ഞിനെ തരികില്ലെന്നാണ് അന്ന് പറഞ്ഞിരുന്നതൊക്കെ. പിന്നീട് ഞാനത് നിന്നോട് പറഞ്ഞിട്ടില്ലേ? അറിയാമടാ. പക്ഷെ ഒക്കെ അറിഞ്ഞു വന്നപ്പോഴേക്കും ഞാൻ പൂർണ്ണമായും അവൾ ഒരുക്കിയ ചതുപ്പിൽ താഴ്ന്നു പോയിരുന്നടാ. നിവി,
നീ ഇപ്പോഴും കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ശ്രീയുടെ സ്വരം ഉയർന്നു. അവളെ ഞാനിവിടെ കാണാൻ വന്ന് 2-3 ദിവസം കഴിഞ്ഞ് സ്നേഹ എന്നെ വിളിച്ചിരുന്നു. എന്തിന്? ശ്രീകുട്ടിയുടെ വിശേഷം അറിയാൻ. ശ്രീമോളുടെയോ? അവൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? അതൊക്കെ അവൾക്ക് വലിയ പാടുള്ള കാര്യമാണോ ശ്രീ? മുച്ചൂടെ ഒരാളെ പിഴുതെറിയാൻ അവൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജാതകം പോലും അവളുടെ കയ്യിലുണ്ടാകും. നിവിയുടെ ചെറിയൊന്ന് കോടി. അങ്ങനെ അവൾ എന്നെ വിളിച്ച് ആദ്യമൊക്കെ ശ്രീകുട്ടിയുടെ വിവരങ്ങളാണ് തിരക്കിയത്. പോകെ പോകെ അവൾ എന്റെ ഉള്ളിൽ ശ്രീകുട്ടിയെ നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ആദ്യമൊക്കെ ഞാൻ ദേഷ്യപ്പെട്ടെങ്കിലും അവൾ എന്നെ പലതും പറഞ്ഞ് കൺവിൻസ് ചെയ്തു. അതിലെ ആദ്യത്തെ റീസൺ ആയിരുന്നു അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ലൊരിടത്തു നിന്നും ഒരിക്കലും ഒരു ബന്ധം കിട്ടില്ലെന്നും, ഒരുപക്ഷെ അങ്ങനെ കിട്ടിയാൽ പോലും ആ വ്യക്തിക്ക് ശ്രീകുട്ടിയെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ പറ്റാനില്ലെന്നും, ഞാനല്ലാതെ വേറെ ആരവളുടെ ജീവിതത്തിൽ വന്നാലും അവൾ കണ്ണീർ കുടിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അവളുടെ വലയിൽ വീണു പോയടാ. നിവി, സത്യമാണടാ. അവളുടെ ആൾക്കാരായിരുന്നു ശ്രീകുട്ടിയെ നോക്കിയ ആ ഡോക്ടറും നേഴ്സും ഒക്കെ. അവളുടെ നിർദ്ദേശപ്രകാരമാ ഡോക്ടർ നിന്റെ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ചത്. അത് മാത്രമല്ല, അവള് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ശ്രീകുട്ടിയെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചത്. നീ എന്തൊക്കെയാ നിവി പറയുന്നത്? ശ്രീ ഞെട്ടി. അത് പിന്നെ ഞാൻ അവളോട് പറഞ്ഞു, അവള് കാരണമുണ്ടായ നാണക്കേടിൽ അച്ഛനും അമ്മയും ആകെ തകർന്നിരിക്കുകയാണെന്നും, ഇനിയും നിന്നെപ്പറ്റി ആരേലുമൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ അവര് ചിലപ്പോൾ അവരെ തന്നെ തീർത്തു കളയുമെന്നൊക്കെ. അതുകൊണ്ട് എല്ലാത്തിനുമുള്ള പരിഹാരമായി അവൾ എന്നെ കല്യാണം കഴിക്കണമെന്നും, അങ്ങനെ ചെയ്താൽ മാത്രമേ അവൾക്ക് അവരെ ജീവനോടെ കാണാൻ പറ്റൂ എന്നൊക്കെ ഞാൻ സങ്കടത്തോടെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് വേണ്ടി അവള് സമ്മതിച്ചതാടാ. നിവി, എന്തൊരു ദുഷ്ടനാണടാ നീ! നീ എന്റെ മോളെ! ശ്രീ നിവിയെ വലിച്ചെഴുന്നേൽപ്പിച്ച് അറഞ്ചും പുറഞ്ചും കലി തീരും വരെ തല്ലി. നിവി ഒരു പാവ് കണക്കെ ഒക്കെയും കൊണ്ടു. അവന്റെ കവളും ചുണ്ടുമൊക്കെ പൊട്ടി. ദേഹം പലയിടത്തും മുറിഞ്ഞുവാരി. എന്നിട്ടും എതിർത്തൊരു വാക്ക് അവനിൽ നിന്നും വീണില്ല. ഒക്കെ കേട്ടുകണ്ടും സർവം തകർന്നവനെ പോലെ അവൻ നിലത്തേക്കിരുന്നു. എന്നാലും നിവി, നീ നീ അവളെ സ്നേഹിച്ചതല്ലടാ. എന്നിട്ട് എങ്ങനെ തോന്നിയടാ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ അവളെ വീണ്ടും മറ്റൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ? അറിയില്ല ശ്രീ. അപ്പോ അതൊക്കെയായിരുന്നു ശരി. അവളെ വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. ഒരുപക്ഷെ അവള് പൂർണ്ണ ആരോഗ്യവതിയായാൽ പിന്നെയും എന്നെ വേണ്ടെന്ന് വെച്ച് കളയുമെന്നുള്ള സ്നേഹയുടെ ഭയപ്പെടുത്തൽ. ബുദ്ധിയും വിവേകവും പൂർണ്ണമായി സ്നേഹയുടെ പരിധിയിലായിപ്പോയ കാലം. അവന് സ്വയം പുച്ഛം തോന്നി. ശ്രീകുട്ടിയെ സ്വന്തമായി കിട്ടിയപ്പോ പിന്നെ എനിക്ക് ചെയ്ത തെറ്റുകളൊക്കെ പൂർണ്ണമായും ശരിയായി തോന്നി. പക്ഷെ ആ സന്തോഷം അധികകാലം ഉണ്ടായിരുന്നില്ല. ശ്രീകുട്ടി പ്രഗ്നന്റ് ആണെന്നറിഞ്ഞതിന്റെ അന്ന് അവളെ തേടി ഒരു ഫോൺ കോൾ എത്തി. ആരുടെ? അറിയില്ല. പക്ഷേ പറഞ്ഞത് വാട്സപ്പ് ചെക്ക് ചെയ്യാനായിരുന്നു. എന്തായിരുന്നു അതിൽ? ഞാൻ ശ്രീകുട്ടിയുടെ പേര് പറഞ്ഞ് ഇസഹാക്കിനെ തീർക്കുമെന്ന് പറയുന്ന വീഡിയോ മുതൽ അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി സ്നേഹയുടെ പ്ലാനൊക്കെ സമ്മതിക്കുന്ന വോയിസ് ക്ലിപ്പ്, ഒപ്പം കോളേജിൽ വെച്ചുണ്ടായ ആ ഇൻസിഡന്റ് ഞാൻ മനഃപൂർവ്വം അവളെ നേടാനായി ഉണ്ടാക്കിയതാണെന്ന് കാണിച്ചുകൊണ്ടുള്ള വേറെ കുറെ തെളിവുകളും. വാട്ട്? സ്നേഹ എന്നെ നന്നായി അങ്ങ് സ്നേഹിച്ചു. അവളുടെ ആളുകൾ ആദ്യം മുതൽ എനിക്ക് ചുറ്റും തന്നെ ഉണ്ടായിരുന്നു ശ്രീ. അവരെ എന്നിലൂടെ നേടിയെടുത്ത പലതും ആ നിമിഷം എനിക്കെതിരെ അവൾ നന്നായി തന്നെ ഉപയോഗിച്ചു. അതിപ്പോ അവനോടുള്ള ഭീഷണിയാണെങ്കിലും കോളേജിലെ സംഭവമാണെങ്കിലും നിന്റെ അച്ഛനെ ഡോക്ടർ സമ്മതിച്ചു എന്ന് കണ്ടപ്പോ അവൾക്ക് അയച്ച വോയിസ് ആണെങ്കിലും എല്ലാം അവൾ കൃത്യമായി തന്നെ എക്സിക്യൂട്ട് ചെയ്തു. അതിൽ പൂർണ്ണമായി എന്റെ ശ്രീകുട്ടി വീണു, അല്ലെങ്കിൽ അവൾ വീഴ്ത്തി. ഇന്ന് ശ്രീകുട്ടിക്ക് മുന്നിൽ നിവി ഇസഹാക്കിനെ തീർത്തവനാണ്. മാനസിക നില തെറ്റി നിന്നൊരു പെണ്ണിനെ സ്വന്തം ആഗ്രഹത്തിന് വേണ്ടി സ്നേഹയ്ക്കൊപ്പം നിന്ന് ചതിച്ചവനാണ്. എല്ലാത്തിനുമുപരി അവളെ ലോകം പിഴച്ചവളെന്ന് വിളിക്കാൻ കാരണമായവനാണ്. ഇത്രയൊക്കെ പോരടാ ഏതൊരു പെണ്ണിനും ഒരാണിനെ വെറുക്കാൻ. സർവം തകർന്നവനെ പോലെ നിവി നിലത്തേക്കിരുന്നു. അപ്പോ അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാവേ. കഥയുടെ ഈ ഒരു 1-2 പാർട്സ് ഒക്കെ നമുക്ക് വളരെ അത്യാവശ്യമായതുകൊണ്ടാണ് വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. ശ്രീയും നിവിയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? അതുപോലെ തന്നെ ഇതിനിടയിലേക്ക് വന്ന സ്നേഹയുടെ റോളും. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നതുകൊണ്ട് ആർക്കും മുഷുവും തോന്നല്. ഇതൊക്കെയെല്ലാം കേട്ടാലല്ലേ ഈ കഥ പൂർണ്ണമാവുള്ളൂ. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.